ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏട്ടൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. അപ്പോൾ മാർക്കോ കണ്ട് ദാ വന്നിരിക്കുകയാണ്. സിനിമയെപ്പറ്റി എന്തു പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതാണ്. ഈ ഒരു ഡയലോഗ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ തന്നെ പറയാം, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വയലൻസ്, ഏറ്റവും കൂടുതൽ വയലൻസ് കൊണ്ട് നിറച്ച ഒരു സിനിമ. സർട്ടിഫിക്കേഷൻ കൊടുത്തു എന്ന് പറയുന്നത്, സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആ ഒരു സീൻസിന് മാത്രമല്ല, ഇതുപോലുള്ള ബ്രൂട്ടലായിട്ടുള്ള വയലൻസ്, വാക്കുകൾക്ക് അതീതമാണ് ഇതിന്റെ ബ്രൂട്ടാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഈ നിർദ്ദയം, നിഷ്കരുണം എന്നൊക്കെ പറയത്തില്ലേ, ആ പറയണ ഐറ്റമാണ്. ഇത് സത്യത്തിൽ ഇതിന്റെ ഈ റിവ്യൂ പറയുന്നതിൽ നമ്മളെ ഈ വയലൻസിനെ പറ്റി എത്ര പറഞ്ഞിരുന്നാലും, നമ്മൾ എത്രത്തോളം ഭയങ്കരമാണ് വയലൻസ് എന്ന് പറഞ്ഞിരുന്നാലും കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. അത് എത്ര പറഞ്ഞാലും അത് മതിയാവത്തില്ല. ആ രീതിയിലാണ് ചെയ്തു വച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ജയിലറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴിൽ ജയിലറുണ്ട്, ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ കില്ലെന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതൊക്കെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ കില്ലിൽ ത്രൂ ഔട്ട് കില്ലിങ് തന്നെയാണ്. അതിൽ കുറച്ച് നമുക്ക് കുറേ എണ്ണം പറയാൻ പറ്റും. ഇതിലൊന്നും എണ്ണമില്ല. നമ്മുടെ ഈ ജോൺ വിക്കിലൊക്കെ വെടിവെച്ച് തള്ളുന്ന സീനുണ്ടല്ല, ഇനിയിപ്പോൾ ജോൺ വിക്കുമായിട്ടൊന്നും കമ്പയർ ചെയ്തൊന്നും വിചാരിക്കേണ്ട. എന്നാലും നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ ഒരു ഇന്ത്യൻ ജോൺ വിക്ക് തന്നെയാണ് ഇതാ ഇറക്കിയിട്ടിരിക്കുന്നത്. അതൊക്കെയാണ് ആ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളെന്ന് പറയുന്നത്. സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ, അതായത് നമ്മുടെ ഈ വയലൻസ് നമ്മൾ ഇത്രത്തോളം ആഘോഷിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ടേ. നമ്മുടെ യൂത്തിന് ഇപ്പോൾ എല്ലാം വയലൻസിലേക്കാണ് ഇഷ്ടം. നമ്മുടെ വിക്രം ഇറങ്ങി, ജയിലർ ഇറങ്ങി, കില്ലിറങ്ങി, ഇതൊക്കെ വൻ വിജയങ്ങളായിട്ടുള്ള പടങ്ങളാണ്. അപ്പോൾ ആ കില്ല് കണ്ട ശേഷം അതുപോലെ എടുക്കുമെന്ന് പറഞ്ഞ് ബോളിവുഡിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തു പറയാൻ, ഇതൊരു സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടാണ്. കുറേ ആൾക്കാരുടെ കഠിനാധ്വാനമാണ്. ആ ചെയ്തു വച്ചിരിക്കുന്ന വർക്ക് അത് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. അതിൻ്റെ ഗ്യാരണ്ടി ഞാൻ തന്നെയാണ്. കാരണം പല റിവ്യൂസും കേട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും എനിക്കത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും ദഹിക്കത്തില്ല. അതായത് നമ്മൾ ഈ കേട്ടതുപോലെയൊന്നും അല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല. നിങ്ങൾ കുറിച്ച് വെച്ചോ, നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾ പോയി അത് തിയേറ്ററിൽ തന്നെ കാണണം. അത് എക്സ്പീരിയൻസ് ചെയ്യണം. അതൊരു വേറൊരു രീതിയാണ്. പിന്നെ ഈ പടം ആർക്കൊക്കെ കാണാം എന്നുള്ളതാണ്. ഒരു സർട്ടിഫിക്കറ്റുള്ള മൂവി ആയതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക്, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു തരത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആ ചില സീൻസൊക്കെ അങ്ങനെയാണ്, അവരെ മനസ്സിൽ ഒരു ട്രോമ ഉണ്ടാക്കും. നമുക്ക് ചിലപ്പോൾ കുറേ കാലത്തേക്ക് അത് വിട്ടുപോകാത്ത രീതിയിൽ ആ സീനുകളൊക്കെ അവരെ മനസ്സിൽ തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെന്നല്ല, ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് അത്രത്തോളം അവരെ മനസ്സിൽ ചില സീൻസ് ഉണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ കണ്ടപ്പോൾ എനിക്ക് തന്നെ ചില സീൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നിയതാണ്. പിന്നെ ഇത് സിനിമയാണ് എന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ പറ്റും എന്നുള്ളതുണ്ട്. അതുപോലെ ഈ ചോര കണ്ട തല കറങ്ങുന്ന ടീംസ്, നിങ്ങൾ ആ വഴിക്കേ പോകണ്ട. അത് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളെ തൂക്കിയെടുത്ത് പോകേണ്ട അവസ്ഥയായിരിക്കും. അതും കൂടെ പറയണമല്ലോ. നിങ്ങൾ പോയി കാണുമ്പോഴത്തേക്കും നിങ്ങൾ സത്യത്തിൽ ഞെട്ടും. ആ രീതിയിലാണ് ഈ സാധനം ചെയ്തു വച്ചിട്ടുള്ളത്. ഉണ്ണി മുകുന്ദൻ ആകുമ്പോൾ ആ പേരൊക്കെ, ഉണ്ണി മുകുന്ദൻ ഒന്നും പറയാനില്ലടേ. അവൻ പൂണ്ട് വിളയാടിയിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ പൂണ്ട് വിളയാടിയിരിക്കുകയാണ്. നമ്മുടെ അയ്യപ്പൻ, നമ്മുടെ മാളികപ്പുറം എന്ന സിനിമയിലുള്ള അയ്യപ്പൻ, ഭക്തി സാന്ദ്രമായ ആ അമ്മമാരൊക്കെ ഉണ്ണി മുകുന്ദനെ ഈ കോലത്തിൽ കാണുകയാണെങ്കിലുള്ള അവസ്ഥ അത്രയ്ക്ക് ബ്രൂട്ടലാണ്. ഇത് വയലൻസിന്റെ കേസിൽ മാത്രമാണ് കേട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞിരിക്കാം. ഈ സിനിമ, അതായത് ഈ വയലൻസിലേക്ക് എത്തുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, കുറച്ച് ഇമോഷണലി കുറേ കാര്യങ്ങളൊക്കെ, ആ ഭാഗങ്ങളൊക്കെ ഒരു ഒരു 80% ഓക്കെ ആണെന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷെ അത് എല്ലാവർക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആവണമെന്നില്ല. അതായത് പ്രേക്ഷകരെ ഇമോഷണലി അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനെ സ്നേഹിക്കുന്ന പെണ്ണ്, അവളൊക്കെ എന്തിനാണ് ആ സിനിമയിൽ വന്ന് എന്ന് ചോദിച്ചു പോവും. ആ രീതിയിലാണ്. പിന്നെ അവളൊക്കെ അവസാന സമയങ്ങളിൽ പോട്ടെ, അതൊക്കെ അത് സിനിമയിലേക്ക് എത്തിപ്പോവും, കഥയിലേക്ക് എത്തിപ്പോവും. അതുകൊണ്ടാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ആ ഒരു BGM ആണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്.
ഓരോ സീൻ ബൈ സീനായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ചില സമയങ്ങളിലൊക്കെ എവിടെയൊക്കെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യാം. ആ മിസ്സിങ് നമുക്ക് തോന്നാൻ സമ്മതിക്കില്ല. ആ രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിട്ടുള്ളത്. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് മിഖായേൽ പോലെ ഒരു ഫ്ലോപ്പായി പോയ ഒരു പടത്തിലെ അതിലും ഫ്ലോപ്പായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറിനെ എടുത്ത് നായക കഥാപാത്രമാക്കി അതിനെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സംഭവം ബോക്സ് ഓഫീസ് ഹിറ്റാണ്. അതിനൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. വേറെ ലെവൽ ഐറ്റം, വേറെ ലെവൽ. ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് റിവ്യൂ കാണുമ്പോഴത്തേക്കും പല ആൾക്കാരും പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ആ രീതിയിലൊക്കെ കാണുന്നതെന്ന് വിചാരിക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടു കളയണമല്ലോ എന്നൊരു ലാഘവത്തോടെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ എന്താണെങ്കിലും ഇത് എക്സ്പെക്റ്റേഷന് മുകളിലാണ്. വയലൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ജയിലറിലുള്ള വയലൻസ്, ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആക്ഷൻ രംഗങ്ങൾ, വയലൻസ് രംഗങ്ങളൊക്കെ ഒരു കിടില ഇടിപ്പടം, അടിപ്പടം. അതിലൊക്കെ സാധാരണ നമ്മളൊരു അടിപ്പടം, ഇടിപ്പടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എടുത്ത് അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. ഇത് അതൊന്നും അല്ലടേ, വലിച്ച് കീറി നാല് ഭാഗത്തേക്ക് ഇടുന്ന രീതിയാണ്. എന്ത് പറയാൻ, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു മേക്കിങ് ഇല്ല, ഉണ്ടായിട്ടില്ല. ഇനി ഇതിനെ വെല്ലണമെങ്കിൽ ഇതൊരു സാധനം. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ബെഞ്ച് മാർക്കായി മാറുന്നു എന്നുള്ളത്. സത്യമാണ്, ഇതൊരു ബെഞ്ച് മാർക്കാണ്. മലയാള സിനിമയിൽ ഫൈറ്റ് മൂവിയുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് ഈ സിനിമ ഇനി കണക്കാക്കും. ഇനി നമ്മൾ പറയുന്ന പോലെ ഇതിന് ശേഷം വന്ന ഫൈറ്റ് മൂവീസ് അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഫൈറ്റ് മൂവീസ് എന്ന രീതിയിലേക്ക് ആൾക്കാരെ വിലയിരുത്താൻ തുടങ്ങുമെന്നുള്ള യാതൊരു സംശയവുമില്ല. മനസ്സിലായില്ലേ? ഇതിലേറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പൃഥ്വിരാജ് എന്നുള്ള മനുഷ്യൻ്റെ ആ ഒരു മൈൻഡാണ്, ആ ഒരു തോട്ടാണ്. നമ്മുടെ സലാറോ KGF ആ ഒരു സമയത്ത് പൃഥ്വിരാജിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, മലയാളത്തിൽ ഇത്തരത്തിലൊരു സിനിമ വരികയാണെങ്കിൽ ആരായിരിക്കും അതിലെ നായകൻ? പൃഥ്വിരാജ് ഒരു സംശയമില്ലാതെ പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദനായിരിക്കുമെന്ന്. തന്നടേ, ഉണ്ണി മുകുന്ദൻ തൂക്കിയിരിക്കുകയാണ് ഈ സിനിമ മൊത്തത്തിൽ. പിന്നെ ഈ പറയും പോലെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ജഗദീഷൊക്കെ വരുന്നുണ്ട്, നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള ജഗദീഷൊക്കെ ആദ്യം വരുമ്പോഴത്തേക്കും കുറച്ച് ചിരിയൊക്കെ നമുക്ക് തോന്നും. കാരണം ആ പഴയ ക്യാരക്ടർ അതുപോലെ അങ്ങനത്തെ ഒരു ലുക്കിലൊക്കെയാണ് ആശ എത്തുന്നത്. നമുക്ക് കുറച്ചങ്ങോട്ട് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചങ്ങോട്ട് മാറുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ അങ്ങോട്ട് മാറും. പിന്നെ ജഗദീഷ് എന്നുള്ള ആ മനുഷ്യനെ നമ്മളങ്ങ് മറക്കും. പിന്നെ അതിലുള്ള ആ കൊടൂര വില്ലനായിട്ട് ജഗദീഷ് അങ്ങ് മാറും. പിന്നെ അതുപോലെ സിദ്ദിഖിൻ്റെ ഭാഗമൊക്കെ എല്ലാവരും അവരവരെ പാർട്ട് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാം പക്ക കാര്യങ്ങൾ അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നങ്ങളെല്ലാം ഒരേ രീതിയിൽ വന്ന് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ലീഡിങ് ക്യാപ്റ്റനായിട്ട് ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഡയറക്ടർ ഹനീഫ് മിഖായേൽ എടുത്തു വെച്ച അതേ മനുഷ്യനാണ് ഇതെന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും അപ്പം ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പ്രൊഡ്യൂസർ നൽകി എന്നുള്ളത്. അതിൽ ഒരു പ്രൊഡ്യൂസിങ് പാർട്ണർ എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ മൂവീസാണ്, ഉണ്ണി മുകുന്ദൻ്റെ തന്നെയാണ്. ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട് ഇത് നമുക്ക് വേറെ ആരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവരതിനെ മാക്സിമം കൊടുത്ത് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും തിയേറ്റർ പോയിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കറുപ്പാണ്. മനസ്സിലായില്ലേ? മാളികപ്പുറത്തിൽ നമ്മൾ കറുപ്പിൻ്റെ വേഷം കുറേയൊക്കെ അവന്മാർ നമ്മളെ സീക്രട്ട് ഏജൻ്റൊക്കെ ട്രോൾ ചെയ്ത ഐറ്റംസ് ഒക്കെയാണ്. ഇതിവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് കോട്ടും ഇട്ടിരിക്കുന്ന ബനിയം വരെ കറുപ്പാണ്ടേ. എനിക്കൊന്ന് ആ ചോരയൊക്കെ ഒന്ന് കാണാൻ പറ്റാതിരിക്കാനാണ്. അതുമാത്രമല്ല ആ കളർ ടോണും ആ എഡിറ്റിംഗ് കളർ ടോണും ബ്ലാക്കാണ്. നമ്മളെ KGF പോലെയൊക്കെ. നമ്മളെ ക്രിസ്മസിന് ചുവപ്പിട്ട് കളർഫുള്ളായി നിൽക്കേണ്ട ഈ ക്രിസ്മസ് കറുപ്പിട്ട് വന്ന് കറുപ്പിൽ ചുവപ്പ് വീഴ്ത്തി ഉണ്ണി മുകുന്ദൻ തൂക്കി. അത്രയേ ഉള്ളൂ.